ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ബ്രഹ്മാണ്ടം നിങ്ങളുടെ ബ്ലോക്കായി കിടക്കുന്ന എല്ലാ സന്തോഷത്തെയും നിങ്ങൾക്ക് തരുവാൻ പോവുകയാണ്. അപ്പോൾ എന്തൊക്കെ സന്തോഷമാണോ സ്റ്റക്കായിട്ടിരിക്കുന്നത് അതെല്ലാം നിങ്ങളുടെ അടുത്ത് എത്താൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇതാണ് റീഡിങ്ങിൻ്റെ. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ മേൽ ഒത്തിരി ഭാരങ്ങളുണ്ട്. ആ ഒരു ഭാരം കാരണം നിങ്ങൾ സ്വയം ഇങ്ങനെ പറയാണ്, ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തെങ്കിൽ ഈ ഒരു ഭാരം കുറച്ച് കുറയുമായിരുന്നു എന്ന് സ്വയം നിങ്ങൾ തന്നെ നിങ്ങളോട് പറയുകയാണ്. അത്രമാത്രം ഭാരം കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. ഇവിടെ നിങ്ങളുടെ മേൽ എപ്പോഴും ജോലി ഭാരം ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മാത്രം ജോലിയല്ല, മറ്റു പല ആൾക്കാരുടെയും ജോലിയും കൂടെ നിങ്ങൾക്ക് ചെയ്യേണ്ട അവസ്ഥ. ഇവിടെ നിങ്ങൾ അങ്ങനെ ഒരു എനർജിയാണ്. അതായത് നിങ്ങളുടെ വിഷമമല്ല, മറ്റുള്ളവരുടെ വിഷമവും കൂടെ നിങ്ങൾ സഹിക്കുന്ന ഒരാളാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ നിങ്ങളെ അങ്ങനെ ആക്കുന്നു, മറ്റുള്ളവരുടെ ആ വിഷമവും കൂടെ വലിച്ചെടുക്കുന്ന ഒരു സ്പോഞ്ചായിട്ട്. ഇവിടെ നിങ്ങൾ മറ്റുള്ളവരുടെ ആ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രഭാവം തോന്നും അത് കാരണമാണ് നിങ്ങൾ അതും കൂടെ നിങ്ങളുടെ അതിലേക്ക് ആകർഷിക്കുന്നത്. നിങ്ങൾ എല്ലാവരെയും പോലെ ഉള്ളൊരു വ്യക്തിയല്ല. മിക്കവാറും ആൾക്കാരും അവരുടെ ടെൻഷൻ എന്താണോ അതും കൊണ്ട് നടക്കാൻ ശ്രമിക്കുക, അല്ലാതെ മറ്റുള്ളവരുടെ ടെൻഷനും കൂടെ എടുക്കാൻ ശ്രമിക്കത്തില്ല. പക്ഷേ നിങ്ങൾ നേരെ തിരിച്ചാണ്. നിങ്ങളുടെ ടെൻഷൻ അവിടെ ഇരിക്കട്ടെ, ഞാൻ മറ്റുള്ളവരുടെ ടെൻഷനും കൂടെ എടുക്കാമെന്ന് ചിന്തിക്കുന്ന ആൾ. ഇവിടെ നിങ്ങളുടെ ആ ഒരു എനർജി നോക്കുകയാണെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ അന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു ഞാൻ തള്ളി നിൽക്കിയത് ഓരോ നിമിഷവും എന്ന് നിങ്ങൾ എപ്പോഴും നോക്കുന്നു. എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുന്നു, ഇന്ന് ഞാൻ വളരെ കുറച്ചാണ് പെർഫോമൻസ് കൊടുത്തത്. എൻ്റെ ജോബിനായാലും പേഴ്സണൽ ലൈഫായാലും എന്തായാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ കൊടുത്തില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. ഇവിടെ ഗിൽറ്റും ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക്. അതായത് ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ടതായിരുന്നു, എൻ്റെ 100% കൊടുക്കേണ്ടതായിരുന്നു, എങ്കിൽ എനിക്ക് ഇന്ന് നല്ല രീതിയിലൊരു പെർഫോമൻസ് കിട്ടിയേനെ എന്നൊക്കെ നിങ്ങൾ തന്നെ സ്വയം ഇങ്ങനെ ഓരോ ദിവസവും രാത്രി വിലയിരുത്തും. അന്നത്തെ ദിവസം നിങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ. ഇത്രയും വിഷമങ്ങൾ പോരാത്തതിന് നിങ്ങൾ മറ്റുള്ളവരുടെ സ്ഥിതി നിങ്ങളുടെ സ്ഥിതിയും തമ്മിൽ കമ്പാരിസൺ ചെയ്യും. അങ്ങനെയും നിങ്ങൾ ഗിൽറ്റിലാകുന്നു. അവരുടെ ആ ഒരു സ്ഥിതി കണ്ടോ, എൻ്റെ സ്ഥിതി കണ്ടോ, അങ്ങനെയും നിങ്ങൾ ചിന്തിക്കും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 വ്യക്തികൾ ഓടാൻ പോവുകയാണ്. പക്ഷേ ഒരാൾ നല്ല സ്പീഡാണ് ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ മാർഗ്ഗം എത്തുമ്പോൾ അവിടെ തടസ്സങ്ങൾ വരുന്നു. അതെന്തുകൊണ്ട്? അവർക്ക് നല്ല സ്മൂത്തായിട്ട് ഓടാൻ പറ്റുന്നുള്ളൂ, എനിക്ക് മാത്രം എന്താ തടസ്സങ്ങൾ വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. അതായത് മറ്റുള്ള ആളുടെ ലൈഫും നിങ്ങളുടെ ലൈഫും തമ്മിൽ നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലും ലഭിച്ചത് പരാജയങ്ങളാണ്. അപ്പോൾ അത് കാരണം നിങ്ങളിങ്ങനെ ചിന്തിച്ചു പോകുന്നതാണ്. കാരണം മറ്റുള്ളവരുടെ ലൈഫ് നിങ്ങളുടെ ലൈഫ് നോക്കുമ്പോൾ പരാജയങ്ങൾ എത്രയും നിങ്ങൾക്കും വിജയങ്ങൾ അവർക്കാണ് ലഭിച്ചേക്കുന്നത്. മറ്റുള്ളവർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗം വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യും. അതായത് ഒരു വ്യക്തിക്ക് നല്ല ഉറക്കം വരികയാണ്, പക്ഷേ ഉറക്കം എല്ലാം മാറ്റിവെച്ച് എൻ്റെ ജോലി അത് ഞാൻ ചെയ്യാം, എന്നിട്ട് ഞാൻ ഉറങ്ങാം, അങ്ങനെ ഒരു ആത്മാർത്ഥത, വർക്കിനോടുള്ള ആത്മാർത്ഥത അതെല്ലാം നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും നിങ്ങളുടെ ജോലിക്കുമാണ്. അത് കഴിഞ്ഞ് മതി എനിക്ക് റെസ്റ്റ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ഇത്രയും നിങ്ങൾ ചെയ്താലും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതായിരിക്കത്തില്ല. അങ്ങനെ ഒരു റിസൾട്ട് കാണുമ്പോഴാണ് നിങ്ങൾ വീണ്ടും തകർന്നു പോകുന്നത്. നിങ്ങൾ എപ്പോഴും എന്ത് കാര്യം ചെയ്താലും അതിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് നിങ്ങൾ ആദ്യമേ ചിന്തിച്ച് വെക്കും, ഞാൻ വിചാരിക്കും പോലെ അതിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് കിട്ടുമെന്ന്. പക്ഷേ നിങ്ങൾ വിചാരിക്കും പോലെ ആയിരിക്കത്തില്ല അതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്, വളരെ കുറച്ചായിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ നിങ്ങൾക്ക് വിഷമവും ദേഷ്യവും വരുമ്പോൾ നിങ്ങൾ മോശമായിട്ട് എന്തെങ്കിലും പറയും, എന്തെങ്കിലും കർമ്മ ചെയ്യുകയോ വാഗൊണ്ട് പറയുകയോ ചെയ്യും. അപ്പോൾ അതിൻ്റെ ആ ഒരു പരിണിത ഫലം അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞാൻ നല്ലത് ചെയ്തപ്പോൾ എനിക്ക് നല്ലത് കിട്ടിയില്ല, ഞാൻ മോശം ചെയ്തപ്പോൾ അപ്പം എനിക്ക് മോശം കിട്ടിയെന്ന്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് പുറത്തു വരുവാനുള്ള സമയം ആയിരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് എന്ത് ജോലി വന്നാലും അത് നിങ്ങളെ കൊണ്ട് പറ്റുന്നതിനും അപ്പുറമായിട്ടുള്ള ജോലിയായിരിക്കും നിങ്ങളുടെ അടുത്ത് വരുന്നത്. പക്ഷെ നിങ്ങളത് ചെയ്യും. കാരണം ദൈവത്തിൻ്റെ ആ ഒരു കൃപ നിങ്ങളുടെ മേലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഏജ് എന്താണോ അതനുസരിച്ചുള്ള റെസ്പോൺസിബിലിറ്റി അല്ല നിങ്ങൾ ഏറ്റെടുക്കുന്നത്, അതിനപ്പുറം റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത്.
നിങ്ങൾ വളരെ ലോയലായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങളുടെ ആ ഒരു ലോയലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഒരു ബലം ലഭിച്ചില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളൊരു പുസ്തകമാണെന്ന് വിചാരിച്ചോ. നിങ്ങളുടെ ഉള്ളിലുള്ള ഓരോ പുസ്തകത്തിൻ്റെയും താളുകളും ആരും വായിച്ചില്ല, ആരും മനസ്സിലാക്കിയില്ല. പുറമേയുള്ള നിങ്ങൾ എന്താണോ അത് മാത്രം അവർ മനസ്സിലാക്കി. ഉള്ളിൻ്റെ ഉള്ളിലുള്ള നിങ്ങൾ ആരും മനസ്സിലാക്കിയില്ല. കാരണം അത്രമാത്രം ലോയലായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. നിങ്ങളുടെ ആ ഒരു സന്തോഷം എവിടെയാണോ ബ്ലോക്കായിട്ടിരിക്കുന്നത്, ഈ ഒരു ബ്രഹ്മാണ്ടം ആ ബ്ലോക്കേജ് മാറ്റി നിങ്ങൾക്ക് തരുവാൻ പോകുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷം. ബ്രഹ്മാണ്ടം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണമെന്നാണ്. ഇനി നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കഠിനാധ്വാനം എന്താണോ അതനുസരിച്ചുള്ള ബലം നിങ്ങൾക്ക് ലഭിക്കും. മുന്നത്തെ ആ ഒരു സ്ഥിതിയിൽ ഒരു മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം ഒരിക്കലും കാലിയായി പോവത്തില്ല. അതിനുള്ള ബലം നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി വേറെ ഏതെങ്കിലും പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നു, അതിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ആയാലും അതും നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ആ ഒരു ബ്ലോക്കേജ് അൺബ്ലോക്ക് ആകും. ഇവിടെ സാഹചര്യം നിങ്ങളെ മാറ്റുന്നതാണ്. ഇവിടെ നിങ്ങളിൽ ചില ആൾക്കാർക്ക് എന്തോ ഒരു സ്വപ്നം കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സ്വപ്നത്തിൽ പറയുന്നത് നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടായി കഴിഞ്ഞു എന്നാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടായി കഴിഞ്ഞു, ഒരു പുതിയ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളത് വിശ്വസിക്കുക. നമ്മൾ മോശം സാഹചര്യം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ പറയത്തില്ലേ, എൻ്റെ സമയം എപ്പോഴാണ് ദൈവമേ വരുന്നത് എന്ന്. അതേപോലെ നിങ്ങളുടെ സമയം വന്നിരിക്കുകയാണ്. ഈ ഒരു സമയം നിങ്ങളെ പോസിറ്റീവായിട്ട് മാറ്റുന്നതാണ്. അപ്പം ഈ ഒരു സമയം, അതായത് കഴിഞ്ഞു പോയ സമയത്തോ ഇനി അങ്ങോട്ടോ നിങ്ങൾക്ക് എന്ത് സ്വപ്നം വന്നാലും ആ സ്വപ്നം നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. ഈ ഒരു സമയം നിങ്ങളെ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ ഒരു പുതിയ തുടക്കമായിട്ടായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ വെയിറ്റിംഗ് ഗെയിം അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ആത്മാർത്ഥമായിട്ടുള്ള ആൾക്കാരായിരിക്കും ഇനി എൻട്രി ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾ ലോയലാണെങ്കിൽ അതേപോലെ ലോയലായിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഇനി വരാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു ഒറ്റപ്പെടൽ തോന്നുകയാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന ആരുമില്ല എന്നുള്ള. പക്ഷേ ദൈവം അത് മാറ്റുവാൻ വേണ്ടി ഇങ്ങനെയുള്ള ആൾക്കാരെ, നിങ്ങളെപ്പോലെ ലോയലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ നിങ്ങളുടെ ലൈഫിലേക്ക് വിടുവാൻ പോകുകയാണ്. അപ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്ത് പേടിയായാലും അതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുക നിങ്ങൾ. അതായത് ചില ആൾക്കാർക്ക് നല്ല ഒരു കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടാവുന്ന കാണുമ്പോൾ പേടിയാണ്, മുന്നത്തെ പോലെ പരാജയം നേരിടേണ്ടി വരുമോ എനിക്ക് എന്ന്. അങ്ങനെ ഒരു കാര്യവും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇനി നിങ്ങളുടെ ലൈഫിൽ വിജയം മാത്രമേ ഉള്ളൂ, പരാജയം ഉണ്ടാവത്തില്ല. ഇവിടെ എനിക്കറിയാം, മുന്നേ ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നല്ലത് നടക്കുമ്പോൾ നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ ഇത് ഇനി ഒരു വിഘ്നവും ഉണ്ടാവല്ലേ എന്ന്. പക്ഷേ അതിലൊരു വിഘ്നം വരും. അപ്പോൾ നിങ്ങൾ പേടിക്കും, ദൈവമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് വിഘ്നങ്ങൾക്ക് നേരിടേണ്ടി വന്നല്ലോ എന്ന്. പക്ഷേ ഇനിയുള്ള സമയം അങ്ങനെ ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് വിഘ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. നിങ്ങൾ ബിലീവ് ചെയ്താൽ മാത്രം മതി, നിങ്ങളിലും ദൈവത്തിലും. നല്ല സന്തോഷം നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കും. ആ ഒരു സന്തോഷത്തിൽ ആരും തന്നെ തടസ്സം സൃഷ്ടിക്കത്തില്ല. ഒരു യൂണിവേഴ്സ് നിങ്ങൾ ചെയ്ത എല്ലാ ഹാർഡ് വർക്കും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബലം നിങ്ങൾക്ക് പേ ചെയ്യാൻ പോകുകയാണ്. നിങ്ങളുടെ ആ ഒരു സ്ട്രെസ്സിനെ ആദ്യം യൂണിവേഴ്സ് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ദൈവത്തിൻ്റെ ആ ഒരു പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ നല്ലതായിട്ട് മാറുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകും. അതിലൂടെ നിങ്ങൾക്ക് പബ്ലിക്കിൽ നിന്ന് റെക്കഗ്നീഷൻ ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്ക് കണ്ടിട്ട് ആൾക്കാർ നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ആ ഒരു വെയിറ്റിംഗ് ഗെയിം ഓവർ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക. ഇനി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. അപ്പോൾ ലൈഫിൽ ഇങ്ങനെ ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഉറപ്പായിട്ടും ദൈവം അതിനുള്ള ആ ഒരു ബലം നിങ്ങൾക്ക് നല്ല രീതിയിൽ തരുന്നതാണ്. വളരെ നല്ല ഒരു ട്രാൻസ്ഫർമേഷനാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളെ പവർഫുൾ ആക്കുന്നതാണ്. ഉള്ളിൻ്റെ ഉള്ളിലും പുറമേയും ചേഞ്ചസ് നിങ്ങൾക്ക് ഒത്തിരി ഉണ്ടാകും ഈ ഒരു ട്രാൻസ്ഫർമേഷനിലൂടെ. അതായത് നിങ്ങളൊരു പവർഫുൾ ആയിട്ടുള്ള ആ ഒരു എനർജിയിൽ വരും. നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് തന്നെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ആർക്കും നിങ്ങളുടെ ലൈഫിനെ തകർക്കാൻ സാധിക്കത്തില്ല. ഇനി ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുക.
കാരണം നിങ്ങളുടെ വിശ്വാസം ചില സമയത്ത് ഇല്ലാതാകുന്നു, നിങ്ങളിലുള്ള വിശ്വാസം. അതുകൊണ്ട് ആദ്യം നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ആത്മാവ് എന്താണോ നിങ്ങളോട് പറയുന്നത് അത് കേൾക്കുക. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വരുന്ന ഒരു വാക്കുണ്ടെങ്കിൽ, ഞാൻ ഒത്തിരി പരാജയങ്ങൾ നേരിട്ടു, ഇനി എനിക്ക് പരാജയം നേരിടാൻ വയ്യ ദൈവമേ, എൻ്റെ ലൈഫിൽ വിജയം ഉണ്ടാകണം. അങ്ങനെ എപ്പോഴും നിങ്ങളുടെ വായിൽ ഈ ഒരു വാക്ക് പറയുന്നുണ്ട്. നിങ്ങളോട് ആരെങ്കിലും കോമ്പറ്റീഷൻ വയ്ക്കുകയാണ് എങ്കിൽ ആ ഒരു കോമ്പറ്റീഷനിൽ നിങ്ങളുടെ എതിരാളി മുന്നോട്ട് പോവുകയും നിങ്ങൾ പിറകിലോട്ടാവുകയും ചെയ്യുന്നു. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നിങ്ങൾ എങ്ങനെയാണ് ഊഞ്ഞാലാടുന്നത്? ഊഞ്ഞാൽ പിറകിലോട്ട് കൊണ്ടുപോയിട്ട് വലിച്ച് ആട്ടുമ്പോഴല്ലേ ഊഞ്ഞാൽ ഭയങ്കരമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതേപോലെ നിങ്ങളുടെ ജീവിതമാകുന്ന ആ ഒരു ഊഞ്ഞാൽ ആദ്യം പിറകിലോട്ട് പോകും, പക്ഷേ പിന്നെ അങ്ങോട്ടൊരു ഉയരത്തിലോട്ടായിരിക്കും അത് പോകുന്നത് നല്ല രീതിയിൽ. അപ്പോൾ ലൈഫിൽ നമ്മൾ എത്ര തന്നെ പിറകിലോട്ട് പോയാലും നമുക്കൊരു ഉയർച്ച ഉറപ്പായിട്ട് ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുക. ഇവിടെ സമയം നിങ്ങൾ ഒത്തിരി പിറകിലോട്ട് കൊണ്ടുപോയി, പക്ഷേ ഇനി പുതിയ ഒരു തുടക്കം, പുതിയ ഒരു സ്റ്റാർട്ട് നിങ്ങൾക്കുണ്ടാവാൻ പോകുകയാണ്. ആ ഒരു ന്യൂ സ്റ്റാർട്ടിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരു പവറിൽ വരാനും സാധിക്കും. അപ്പോൾ ലൈഫിൽ എന്ത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ ആദ്യം ആഗ്രഹിക്കുന്നത് നല്ല ഒരു ട്രാൻസ്ഫോർമേഷൻ വരണമെന്നാണ്. അതേപോലെ ഒരു നല്ല ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ ജോലിയിൽ എന്തെങ്കിലും വിഘ്നം വീണ്ടും വീണ്ടും വരുന്നുണ്ട് എങ്കിൽ ഇനി ആ ഒരു വിഘ്നം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല, അത് മാറും. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ തുടങ്ങുകയാണ്, പക്ഷേ ആ ജോലി വളരെ പതുക്കെ അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ടായിരിക്കും ആ ഒരു ജോലി നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നത്. അത് ഇനി ഉണ്ടാവത്തില്ല. ഇവിടെ നിങ്ങൾക്ക് മുന്നേ ഉള്ള അവസ്ഥ എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ വേണ്ടി ഷോപ്പിൽ പോയി, ആ ഒരു സാധനം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പെട്ടെന്ന് അത് ചീത്തയായി. അങ്ങനൊരു സ്ഥിതി ഇനി നിങ്ങൾക്കുണ്ടാവത്തില്ല. അതായത് സാധനം വാങ്ങിച്ച് അത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യേണ്ടതായി വരുന്നു, ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നു. എങ്കിൽ ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങളുടെ ആ ഒരു സാധനത്തിന് അതിൻ്റെ ഉള്ള വിലയും കാട്ടി കൂടുതൽ വില എടുത്ത് നിങ്ങളെ പറ്റിച്ചു. ഇനി ഇങ്ങനെയുള്ള ആ ഒരു സ്ഥിതി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവത്തില്ല. ഒരു പ്രാവശ്യം എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ സംഭവിക്കുക, അല്ലാതെ മോശം രീതിയിൽ സംഭവിക്കത്തില്ല. നിങ്ങൾ എന്താണോ ഡിസൈഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതിനെക്കാട്ടി ബെറ്ററായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി അങ്ങോട്ട് ഇവിടെ നിങ്ങളുടെ ആ ഒരു സംഘർഷങ്ങളെല്ലാം ഇല്ലാതാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഡിലേയിലായിട്ട് പോയിക്കൊണ്ടിരുന്നത് ആ ഒരു ഡിലേ മാറ്റി സമയത്തിന് കാര്യങ്ങൾ നടക്കുക. ഇപ്പോൾ ഈ ഒരു റീഡിംഗ് കേൾക്കുമ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ ആ ഒരു കാര്യം ഓർമ്മയിൽ വരുന്നുണ്ടാകും. ആ ഒരു കാര്യം വീണ്ടും വീണ്ടും ഡിലേയിലായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ടാവും, ദൈവമേ ഇനിയെങ്കിലും ആ ഒരു കാര്യം ഡിലേയിൽ പോകല്ലേ എന്ന്. ഈ ഒരു പ്രാവശ്യം നിങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിച്ച് മുന്നോട്ട് പോകൂ. ആ ഒരു കാര്യം ഒരു ഡിലേയും കൂടാതെ ആ ഒരു സമയത്തിന് തന്നെ നടക്കുന്നതാണ്. ഇവിടെ ചില ആൾക്കാർ ചില സാഹചര്യങ്ങളിൽ നിന്ന്, ചില സ്ഥിതികളിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നു, മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആ ഒരു സ്ഥിതിയിൽ നിന്ന് നിങ്ങളുടെ ആ ഒരു മനസ്സ് പറയുന്നത് അവിടെ നിന്ന് പുറത്ത് വരണമെന്ന് തന്നെയാണ്, പക്ഷേ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. ഇവിടെ നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ കുഴപ്പമാണിത്. കാരണം ചില സമയം നമുക്ക് മോശമായിട്ടുള്ള ആൾക്കാരിൽ ഒരു അടുപ്പം തോന്നും, അല്ലെങ്കിൽ മോശം സാഹചര്യത്തിൽ മോശം സിറ്റുവേഷനോട് നമുക്ക് അടുപ്പം തോന്നും. കുറച്ച് കഴിയുമ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവുന്നത് അയ്യോ ഞാൻ ചെയ്ത് തെറ്റായി പോയല്ലോ എന്നും. അതേപോലെ നിങ്ങൾ ഏതോ ഒരു സാഹചര്യത്തിലോ ഏതോ ആളിലോ സിറ്റുവേഷനിലോ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് വരണമെന്ന്. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ആളിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് വരണമെന്നുള്ള തീരുമാനം നിങ്ങൾ എടുത്തു, പക്ഷേ നിങ്ങൾക്കതിൽ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഇവിടെ നിങ്ങളുടെ കാലുകൾ മുന്നോട്ട് വയ്ക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സ്ഥിതിയിൽ നിന്ന്, പക്ഷേ ഹൃദയം കേൾക്കുന്നില്ല, ഹൃദയം സ്റ്റക്കായിട്ടിരിക്കുന്നു. പക്ഷേ ഇനി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആകും. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ലൈഫ് നിങ്ങളോട് എന്താണ് ആഗ്രഹിക്കുന്നത്, അത് മനസ്സിലാക്കി നിങ്ങൾ ഇനി മുന്നോട്ട് പോകും. ഇനി നിങ്ങൾ തെറ്റായ കാര്യങ്ങളിലുള്ള അറ്റാച്ച്മെൻറ്റ് മാറ്റിയിട്ട് നിങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങൾ എന്താണോ, നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിൽ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
ഇവിടെ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ലൈഫിലെ ഡോർ ഇരിക്കുന്നത്. അതിൻ്റെ ചാബി നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചാൽ എപ്പോൾ വേണമെങ്കിലും ആ ഡോർ തുറക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. ഇവിടെ നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസം വളരെ നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില സമയം നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസം സർഫസിൽ വരും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ദൈവമേ ഇത് ഞാനായിരുന്നോ എന്ന്. അത് ഞാനാണോ ഇത് ചെയ്തത് എന്ന് നിങ്ങൾക്ക് തോന്നും. സത്യം പറഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ഊർജ്ജം. നിങ്ങളുടെ ആത്മവിശ്വാസം വളരെ വളരെ നല്ലതാണ്. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. ഇവിടെ നിങ്ങളുടെ ഊർജ്ജം എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എല്ലാവരും പറയും, ഇവരെ കൊണ്ട് ഒന്നും സാധിക്കത്തില്ല, ഇവർ തോൽവി സമ്മതിച്ചു എന്ന്. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കട്ടെ, അപ്പോൾ ഈ ആൾക്കാർ തന്നെ പറയും, ദൈവമേ ഇവരാണോ ഇങ്ങനെ ചെയ്തത് എന്ന്. അങ്ങനെ മറ്റുള്ളവരെ ഒരു അതിശയത്തിൻ്റെ മുൾമുനയിൽ കൊണ്ടെത്തിക്കുന്ന ഒരു ഊർജ്ജമാണ് നിങ്ങളുടേത്. കാരണം നിങ്ങൾക്ക് അത്രമാത്രം കോൺഫിഡൻസ് ഉണ്ട്. എന്ത് കാര്യം ചെയ്യാനും നിങ്ങൾക്ക് ഒരു മടിയുമില്ല. ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുള്ളത് കൊണ്ടാണത്. ഇതുവരെയും നിങ്ങളുടെ ടൈം വന്ന് കാണില്ലായിരിക്കും, പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ടൈം വന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ ഇനി നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പരിവർത്തനം പതുക്കെ പതുക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ പെട്ടെന്നായിരിക്കത്തില്ല, പതുക്കെ പതുക്കെ ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങളുടെ സന്തോഷത്തിൽ ഒരു തടസ്സം ആർക്കും സൃഷ്ടിക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾക്ക് കിട്ടേണ്ട സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അത് തന്നെ സ്വയം തോന്നും. അത് എൻ്റെ ലൈഫ് ഇപ്പോൾ മുന്നത്തെയും കാട്ടി നല്ല ബെറ്റർ ആയിട്ടുണ്ട് എന്ന്. നിങ്ങളുടെ ലൈഫിൽ ആരൊക്കെയാണോ ഭയങ്കരമായിട്ട് മോശം സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്, അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കണക്ഷൻ വയ്ക്കുന്നത് കുറവായിട്ടുണ്ട്. അതായത് അവർ നിങ്ങളോടിപ്പോൾ സംസാരിക്കുന്നില്ല വലുതായിട്ട്, അവരിപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ശ്രമിക്കുന്നില്ല. അങ്ങനെയൊക്കെ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം നിങ്ങൾക്കപ്പോൾ സമാധാനമാണ്, ഇനി അവരെന്നെ കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ, എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നില്ലല്ലോ, അത് തന്നെ വലിയ സന്തോഷമെന്ന് നിങ്ങൾക്ക് തോന്നും. കാരണം ഈ ഒരു സമയമാണ് ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് മാറ്റിയത്. കാരണം നിങ്ങൾക്ക് കിട്ടാനുള്ള സന്തോഷം നിങ്ങൾക്ക് കിട്ടണം. അതിനു വേണ്ടി അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം നിങ്ങളിൽ നിന്ന് മാറ്റിയതാണ്. ഇത് നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈം, നിങ്ങൾക്ക് കിട്ടാനുള്ള ആ ഒരു ബ്ലെസ്സിങ് കിട്ടാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ടാണ് അവർ മാറ്റിയത്. സ്വയം നിങ്ങൾ തന്നെ നോട്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ സന്തോഷത്തിൽ ആർക്കാണ് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നത്, ആർക്കാണ് ഒരു ദേഷ്യവും ഇല്ലാതെ സന്തോഷം വരുന്നത്, നിങ്ങൾ തന്നെ നോട്ടീസ് ചെയ്ത് നോക്കൂ. ഇനി ഒന്നും ഹിഡൻ ആയിട്ടില്ല. നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. ചില കാര്യങ്ങൾ തനിയെ പുറത്തു വരും. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആരെങ്കിലും നിങ്ങളെ സഹായിക്കണമെന്ന്. ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടി ഏതോ ഒരു വ്യക്തിയെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ പോകുകയാണ്, നിങ്ങളെ സഹായിക്കാനായിട്ട്. ഇവിടെ ബിസിനസ്സിൽ നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണമെങ്കിൽ ആ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ പാർട്ട്ണർഷിപ്പായിട്ട് വരുന്ന ആൾ നല്ല രീതിയിൽ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങളെയും സഹായിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു അതേപോലെ ആയിരിക്കും അവരും ചിന്തിക്കുന്നത്. ഇനി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. കാരണം നിങ്ങൾക്ക് ഇത്രയും നാൾ സന്തോഷം ലഭിച്ചില്ല. എപ്പോഴും ടെൻഷനും ഓവർ തിങ്കിങ്ങും ഭാരവും ഇതൊക്കെയായിരുന്നു. പക്ഷേ ഇനി നിങ്ങൾക്ക് സന്തോഷം ലഭിക്കാൻ പോവുകയാണ്. ഇനി നിങ്ങൾക്ക് ആരോടും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സന്തോഷമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. കാരണം അത്രമാത്രം ദുഃഖം ഫേസ് ചെയ്ത ആളാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ദൈവം ഇത്രയും സന്തോഷം നിങ്ങൾക്ക് തരുന്നത്. ഇനി നിങ്ങൾ പുതിയ ഒരു ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന ആളാണ് എങ്കിൽ നല്ല ഒരു ബന്ധമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് ചെറിയ സന്തോഷം വന്നാലും നിങ്ങൾ അപ്പോൾ ദൈവത്തിനോട് നന്ദി പറയും. മുമ്പ് നിങ്ങൾ അങ്ങനെയല്ലായിരുന്നു, പക്ഷേ ഇനി നിങ്ങൾ അങ്ങനെയായിരിക്കും. ഇവിടെ നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരു സൗമ്യത വരുന്നതാണ്. നിങ്ങളുടെ ആ ഒരു സ്വന്തം പെരുമാറ്റം കണ്ട് നിങ്ങൾക്ക് തന്നെ സന്തോഷമാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതാണ് എൻ്റെ യഥാർത്ഥ സ്വഭാവമെന്ന്. ഇവിടെ നിങ്ങൾ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് വരണമെന്ന്. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ അന്ധകാരം മാറി പ്രകാശം വരുന്നതായിട്ട്, നിങ്ങളുടെ ലൈഫിൽ മിറാക്കിളായിട്ടുള്ള ചേഞ്ചസ് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എപ്പോഴെങ്കിലും ലൈഫിൽ എന്തെങ്കിലും കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിവാർഡ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തന്നെ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ എന്തൊക്കെയോ കൊടുത്തു, പക്ഷേ നിങ്ങൾക്ക് കിട്ടിയത് വളരെ കുറച്ചായിരുന്നു. പക്ഷേ ഇനി അങ്ങനെയല്ല, നിങ്ങൾ എന്താണോ കൊടുത്തത് അതിനപ്പുറമായിരിക്കും ഇനി നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ ലൈഫിൽ പല പ്രാവശ്യവും വീണ് പോയി, പക്ഷേ വീണെടുത്ത് നിന്ന് നിങ്ങൾ വീണ്ടും എണീച്ച് ചെയ്യാൻ തുടങ്ങി. നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം അത് ദൈവം കണ്ടു. അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ ഈ ഒരു നല്ല സ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പരാജയം സമ്മതിച്ച് മിണ്ടാതിരുന്നതിന്, ഗീവ് അപ്പ് ചെയ്തതിന്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്തില്ല. അതുകൊണ്ടാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു ഡോർ ഓപ്പൺ ആക്കിയത്.
കാരണം ഇത്രയും നിങ്ങൾ വിഷമങ്ങൾ നേരിട്ട ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡും അത്രയ്ക്ക് വലുതായിരിക്കും. ജസ്റ്റിസിൻ്റെ നല്ല ഒരു ന്യൂസ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ലീഗൽ ഇഷ്യൂവിലെങ്ങാനും നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും. ഇവിടെ ആരെങ്കിലും നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിലോ ഏതെങ്കിലും രീതിയിൽ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യുക അവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. കാരണം നിങ്ങളോട് ആരെങ്കിലും മോശം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ഉറപ്പായിട്ടും അതിൻ്റെ ആ ഒരു ഫലം അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് വാച്ച് ചെയ്യുക എന്താണ് അവിടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഇവിടെ ഓരോ സിറ്റുവേഷനും ഇനി നിങ്ങളുടെ ഫേവറിലാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില സമയം ദൈവങ്ങൾ പോലും നിങ്ങളെ പരീക്ഷിച്ചു. കാരണം നിങ്ങൾക്ക് ദൈവത്തിൽ എത്രമാത്രം വിശ്വാസമുണ്ട് എന്ന് വരെ ദൈവം നോക്കി. കാരണം ഈ ഒരു സാഹചര്യം, മോശം സാഹചര്യം തന്നിട്ട് നിങ്ങൾ എങ്ങനെയായിരിക്കും അതിൽ നിന്ന് പുറത്ത് വരുന്നത് എന്ന് നോക്കി ദൈവം. പക്ഷെ നിങ്ങൾ അതിലൊന്നും തകർന്നില്ല. അപ്പോഴൊക്കെ നിങ്ങൾ ഈശ്വരനിൽ വിശ്വസിച്ചു. പിന്നെ നിങ്ങൾ ഷോർട്ട് കട്ടായിട്ടുള്ള ഒരു ഡയറക്ഷനും സ്വന്തമാക്കിയില്ല. നേരായ വഴിയിൽ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് വന്നത്. ഇതെല്ലാം ദൈവം കണ്ടു. കാരണം നിങ്ങൾ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മാർഗം ചൂസ് ചെയ്യുന്ന ആളാണ്. നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു നല്ല ഡയറക്ഷൻ ചൂസ് ചെയ്ത് വരത്തില്ല. അവർ എങ്ങനെയെങ്കിലും ഷോർട്ട് കട്ട് ചൂസ് ചെയ്ത് വരാനേ ശ്രമിക്കുകയുള്ളൂ. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയല്ല. അത് ദൈവം കണ്ടു. കാരണം ഒരു വ്യക്തിയുടെ മുന്നിൽ രണ്ട് വഴിയുണ്ട്, ഒന്ന് കഠിനവും ഒന്ന് ഷോർട്ട് കട്ടുമാണ്. പക്ഷെ നിങ്ങൾ ചൂസ് ചെയ്ത ഏതാണ്? കഠിനമായിട്ടുള്ള വഴി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നത് പല കാര്യങ്ങളിലും. നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും മനുഷ്യത്വത്തിന് പുറത്ത് പോയി ആൾക്കാർ നിങ്ങളോട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യത്വം പോലും നോക്കാതെ പല ആൾക്കാരും നിങ്ങളോട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ന്യായം ലഭിക്കുന്നതാണ്. ഇവിടെ ശനിയുടെ ആ ഒരു മോശം ദൃഷ്ടി കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ട്. അതായത് ഭയങ്കരമായിട്ട് ബാക്ക് പെയിന്, കാലുകളിൽ വേദന, എപ്പോഴും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. കുറച്ച് ജോലി ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നു. ബോഡി എപ്പോഴും നിങ്ങളോട് റെസ്റ്റ് ചോദിക്കുന്നു. നിങ്ങൾ അങ്ങനെ ആലസ്യപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥ. പക്ഷെ മറ്റുള്ളവർ വിചാരിക്കുന്ന നിങ്ങൾ എപ്പോഴും റെസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്കൊരു ജോലിയും ചെയ്യാൻ വയ്യ എന്നുള്ള രീതിയിൽ അവർ തെറ്റായി നിങ്ങളെ ചിന്തിക്കുന്നു. പക്ഷെ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കേ അറിയാവൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അതിലും ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് ആരോഗ്യത്തിൽ ഒരു മാറ്റം, നല്ല മാറ്റം ഉണ്ടാകും. വേദനകൾ കുറയും, നിങ്ങളുടെ ശരീരവേദനകൾ. ലെഫ്റ്റ് ഐക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതും മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ലെഫ്റ്റ് ഐയിൽ ഭയങ്കരമായിട്ട് പെയിന്, എന്തെങ്കിലും ഒരു കാഴ്ചക്കുറവ് പോലെ തോന്നുക, അതിലെല്ലാം ഒരു മാറ്റം ഉണ്ടാകും. ഇവിടെ നിങ്ങളുടെ ലുക്സിലായാലും സമയം മോശമാകുമ്പോൾ നമ്മുടെ ലുക്സ് പോലും വളരെ മോശമാകും. പക്ഷേ ഇനി നിങ്ങളുടെ ലുക്സ് നിങ്ങൾ നോക്കൂ, ഒരു തിളക്കം വന്നിട്ടുണ്ടാകും നിങ്ങളുടെ മുഖത്ത്. നിങ്ങൾ തന്നെ സ്വയം ഫീലാകും അത് നിങ്ങളുടെ മുഖത്തൊരു തിളക്കം വന്നതായിട്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജസ്റ്റിസ് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ സമയം ഉണ്ടാവത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നല്ല വെയിലാണ്, മോശം വെയിലല്ല. ഇവിടെ നമ്മുടെ ലൈഫ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റീസൺ കാണും. ഇനി എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസറും നിങ്ങൾക്ക് അപ്പം ലഭിക്കുന്നതാണ്. ഇവിടെ സമയം ഇനി നിങ്ങളുടെ ഫേവറിൽ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇനി നിങ്ങളുടെ ഫേവറിലായിരിക്കും. ഇനി ലൈഫിൽ നല്ല ഒരു ഈവൻസ് ക്രിയേറ്റ് ആവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സ്വയം നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക. ഇനി കാര്യങ്ങൾ ഒരിക്കലും ഡിലേ പോവത്തില്ല. ഇനി എന്ത് കാര്യമായാലും ഫാസ്റ്റായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ എന്തെങ്കിലും ടാർഗറ്റ് വയ്ക്കും, എൻ്റെ കാര്യം 4 മണിക്കൂർ കൊണ്ട് നടക്കണമെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു കൃപ കൊണ്ട് നിങ്ങളുടെ കാര്യം 3 മണിക്കൂറിനുള്ളിൽ നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് അപ്പുറമായിട്ടായിരിക്കും ദൈവം നിങ്ങൾക്ക് തരുന്നത്. ഇനി ആര് വിചാരിച്ചാലും, അതായത് ചില ആൾക്കാർ വിചാരിക്കും നിങ്ങളുടെ ലൈഫ് നല്ലതായിട്ട് പോകരുത്, നിങ്ങൾക്ക് സന്തോഷം ലഭിക്കരുത്, നിങ്ങൾ എപ്പോഴും വിഷമിച്ചിരിക്കണം. അങ്ങനെ ആരാഗ്രഹിച്ചാലും അതൊന്നും നടക്കത്തില്ല. നിങ്ങൾക്ക് കിട്ടാനുള്ള സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ ദൈവം നിങ്ങളിൽ നിന്ന് എന്തോ ഒരു സന്തോഷം കൈയടക്കി വെച്ചു. പക്ഷേ നിങ്ങൾ കുറേ നാൾ ആ ഒരു സന്തോഷം പോയതിൽ വിഷമിച്ചു. പക്ഷേ ദൈവം തിരിച്ച് നിങ്ങൾക്ക് തന്നതോ ഭയങ്കരമായിട്ട് കഠിനാധ്വാനം. ആ ഒരു കഠിനാധ്വാന സമയത്ത് നിങ്ങൾ നല്ലത് മാത്രമാണ് ചിന്തിച്ചതും പ്രവർത്തിച്ചതും. നിങ്ങളപ്പോൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ കർത്തവ്യങ്ങൾ അതെല്ലാം നല്ല രീതിയിൽ നിറവേറ്റി. അപ്പോഴും നിങ്ങൾ നല്ല ഡയറക്ഷനിൽ കൂടെ പോയി. അതുകൊണ്ടാണ് ദൈവം ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു സന്തോഷം തരുന്നത്. നിങ്ങളുടെ ആ ഒരു പരീക്ഷയുടെ സമയം കഴിഞ്ഞു. ആ സമയം നിങ്ങൾ നല്ല രീതിയിൽ ദൈവത്തിനെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കള്ളത്തനവും കാണിച്ചിട്ടില്ല. ഇനി നിങ്ങളുടെ സന്തോഷത്തിൻ്റെ സമയമാണ് വരാൻ പോകുന്നത്.
അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.